ഫസീഹനാരാ പേരിട്ടത്? വാപ്പയാ. ആ വെറുതെ അങ്ങിട്ടാണ് ഫസീഹന. വാപ്പ അങ്ങനെ കുറെ പേരുകൾ ഇക്കാക്കക്ക് ഫവാസ് എന്ന് പേരിട്ടു. ആ. അപ്പൊ ഞാൻ അടുത്തത് എഫിൽ തന്നെ മതി എന്ന് പറഞ്ഞു. ഫ, ഫ, അങ്ങനെ അങ്ങനെ ഫ. ഡിസ്കഷൻ നടന്നു. അതിൽ ആ. വന്നൊരു പേര് എടുത്തിട്ടു. അങ്ങനെ ആ അങ്ങനെ ഫസീഹനാണ്. എൻ്റെ മഹേഷ് എന്നുള്ള പേര് അമ്മമ്മയാണ് ഇട്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പേരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളൊന്നുമില്ല. നമ്മൾ ക്രിക്കറ്റിലേക്ക് പിന്നീട് വന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരാൾ ഒരു ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ പേരിങ്ങനെ മനസ്സിൽ വെച്ച് ഒരു മകനുണ്ടായി. മകൻ ആ പേരങ്ങിട്ടു. മുഹമ്മദ് കൈഫും വാപ്പയും നമുക്കൊപ്പം ചേരുകയാണ്. സന്തോഷം കണ്ടല്ലേ. കൈഫ് പറയായിരുന്നു നാറ്റ്വസ് ട്രോഫിയാണ് പേരിടുന്നത്. 2002 ആ എന്താണ് ആ ഓർമ്മ? അല്ല 2002 യുവരാജും കൈഫും കൂടി ഇന്ത്യൻ ടീമിനെ വിജയിപ്പിച്ചല്ലേ. ആ. അങ്ങനെ ആ സമയത്താണ് കൈഫ് ജനിച്ചത്. ആ. അന്നേരം ആ പേര് ഞാൻ കൈഫിനിട്ടു. കൈഫിനിട്ടു. അത് കരുതി വെച്ചാണ്. അതെ, നമുക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര താല്പര്യമാണ്. ആ അന്നത്തെ കളി ഓർമ്മയുണ്ടല്ലോ. കളി എങ്ങനെ ഉണ്ടായിരുന്നു അത്? കൈഫ് 87 നോട്ട് ഔട്ട്. ആ. യുവരാജും കൈഫും കൂടി 4-5 വിക്കറ്റ് പോയതിന് ശേഷമാണ് കളി കൊണ്ടുവന്നത്. ആ. അത് 326 റണ്ണ് ചേസ് ചെയ്തത്. ആ. 326 റണ്ണ് ചേസ് ചെയ്യുമ്പോൾ കൈഫും ലാസ്റ്റ് സഹീർ ഖാനും കൂടി ആ. ഇന്ത്യൻ ടീമിനെ വിജയിപ്പിച്ചു. ആ. സൗരവ് ഗാംഗുലി ഡ്രസ്സൊക്കെ ലോഡ്സിന്റെ മട്ടുപ്പാവുന്ന ഷർട്ട് ഒരു വീശി. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റത്തില്ല. ഇല്ല. അപ്പൊ അന്ന് കൈഫ് ഏതാണ്ട് ജനിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ജനിച്ചിട്ടില്ല. 2002. അപ്പൊ കൈഫിന്റെ ഉമ്മയോട് പറഞ്ഞോ ഞാൻ ഇതാണ് മോന് പേര് കരുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു? ഞാൻ ചെറുതിലെ ക്രിക്കറ്റ് കളിക്കലുണ്ട്. ആ. നമ്മള് ടെന്നീസ് കളിച്ചോണ്ടായിരുന്നു. അല്ല വൈഫൊക്കെ ചോദിച്ചോ എന്താണ് കൈഫ് എന്ന് പേരിട്ടെന്ന് ചോദിച്ചോ? ക്രിക്കറ്റിനുള്ള താല്പര്യം നമ്മളെങ്ങ് വിട്ടു തന്നു. അത് ഞാൻ തന്നെ. കൈഫേ എന്നിട്ട് വാപ്പയോട് ഒരു താങ്ക്സ് പറയേണ്ടതിന്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചോദിക്കും ഈ പേരിൻ്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്, മറ്റേ മുഹമ്മദ് കൈഫ് ആണോ ഇനി ആ മുഹമ്മദ് കൈഫ് പോലെ ആവുമോ, എപ്പോഴും അങ്ങനത്തെ ഒരു ഇത് എപ്പോഴും ചോദിക്കും. ഇപ്പോൾ ആരോട് ഇപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും ഫസ്റ്റ് അതാ ചോദിക്കുക അടുത്തൊരു മുഹമ്മദ് കൈഫ് ആണോ. ഞാൻ പറയാം തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പുറകെ നടന്നോളൂ എന്നുള്ള രീതിക്ക് അതൊക്കെ പറയും. അല്ലെ ഇതില് നമ്മൾ കാണേണ്ടത് വെച്ചാലേ മകൻ ജനിക്കും മുമ്പ് വാപ്പ പേരുറപ്പിച്ചു. പക്ഷെ ആ മകൻ ക്രിക്കറ്റർ ആയി എന്നുള്ളതാണ്. അതായത് വാപ്പ ക്രിക്കറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ക്രിക്കറ്റ് പ്രേമിയായിരുന്നു. ആ വാപ്പയുടെ മകനും അതേ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം കേരളം മൊത്തം അറിയുന്ന ഒരു മുഹമ്മദ് കൈഫാക്കി മാറ്റി എന്നുള്ളത് അതിൽ വാപ്പയുടെ റോൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവനെ ക്രിക്കറ്റ് കളിപ്പിക്കണം. അല്ല അതെ, നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ 12 വയസ്സായാലും കൈഫിന് താല്പര്യമായി കുറിച്ച് കളിക്കണം, വിട്ടു. പിന്നെ കുറെ കഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു ഫുൾ ടൈം. ഒരാളാണോ? ഒരു മകൻ ഒരു മകള്. മകളുടെ പേര് അസ്ന. അസ്ന. അനിയത്തിയാ? അനിയത്തി. അനിയത്തിയല്ല, അനിയനായിരുന്നെങ്കിൽ വേറെ പേര് കണ്ടുവച്ചിരുന്നോ? അല്ല അനിയനായാലും ക്രിക്കറ്റ് കളിപ്പിക്കും. കളിപ്പിക്കല പേരും കണ്ടുവച്ചിരുന്നോ? അല്ലെ സഹീർ ഖാനൊക്കെ വന്നല്ലോ. അതാണ് പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ, ചിലപ്പോ അടുത്ത പേരും കരുതി വെച്ചിരുന്നുണ്ടാവാം. ഞാൻ കളിപ്പിക്കും. അത് പേരിടണം നമുക്ക്. പക്ഷെ മോന്റെ കളി, കൈഫിന്റെ കളിയൊക്കെ ടിവിയിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ തോന്നിയില്ലേ? കഴിഞ്ഞ കൊല്ലത്ത് കളി ഉണ്ടല്ലോ, ഒരു കളി വിന്നാക്കിയല്ലോ. ആ സമയത്ത് ഞങ്ങൾ ട്രെയിനിലുണ്ടായിരുന്നു. ആ ട്രെയിനുള്ള സമയത്ത് കളി കണ്ട് കണ്ട് ലാസ്റ്റ് കരഞ്ഞു പോയി. കളി വിന്നാക്കിയല്ലേ, സന്തോഷം കൊണ്ട് അറിഞ്ഞല്ലേ? ഭയങ്കര സന്തോഷം. എന്ത് തോന്നി ആ സമയത്ത്? ഒരുപാട് കാലത്തെ നമ്മള് സ്വപ്നല്ലേ. കൈഫിന് എന്ത് തോന്നി? വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ ആ സന്തോഷം തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് തോന്നിയോ അന്ന്? ആ ഒരു മാച്ചിൽ കൊടുക്കാൻ പറ്റി. ബാക്കി ഇനി അതുപോലത്തെ കുറച്ച് മാച്ചുകൾ ഇനിയും വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വർഷം പാഡായിട്ട് ഇറങ്ങാൻ പോവാണ്. തീർച്ചയായിട്ടും വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അല്ലേ നേരത്തെ നമ്മള് അസർബൈജാൻ സംസാരിച്ചും പറഞ്ഞു, അസർക്ക് നേരത്തെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ വാപ്പയും മോനും ഇവിടെ വന്നിരുന്ന് കഥകൾ പറയാറുണ്ട്. കഥകൾ എന്നാണ് ഈ അറിയേണ്ടത്. കളിച്ചെവിടെ എത്തണം സ്വപ്നമല്ലേ. അല്ല മോനോട് ഇങ്ങനെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കോ, എടാ നമ്മള് കളിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ, നമ്മൾ ഇന്നതാവണം? ഇല്ല, കളിച്ചാൽ മാത്രം മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ചില ഇതില് കളിക്കണം, അവരൊരു സൈഡിൽ നിന്ന് എന്തായാലും അവരൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഏത് പേരൻസിന്റെ ആണെങ്കിലും ഏത് പാരൻസിന്റെയും ഒരു ആഗ്രഹം തന്നെയാണല്ലോ മക്കള് നല്ല രീതിക്ക് എത്തണം. അപ്പൊ അതിന്റെ രീതിക്കുള്ള സൈഡിൽ നിന്ന് അവർ പറയും കളിച്ചിട്ട് എത്തണം എന്നുള്ളൊരു സംഭവം എല്ലാ പാരൻസും പറയുന്ന പോലെ തന്നെ. നല്ല കൂട്ടുകാരനും കൂടിയാണ്. തീർച്ചയായിട്ടും ഭയങ്കര മീൻസ് വാപ്പയും മോനും ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ്. എനിക്ക് കാര്യമായിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ചില പാരൻസിനോട് കാര്യങ്ങളൊന്നും അത്ര ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് തുറന്നടിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ആ ഒരു സ്പേസ് ഞങ്ങളുടെ ഇടയിലുണ്ട്. അതൊരു നല്ല കാര്യമാണ് അല്ലേ? നല്ല കാര്യമാണ്, അതാണ് വിജയം. പിന്നെ കുറെ കഷ്ടമായി. കഷ്ടപ്പാടിനൊക്കെ ഒരു നല്ല കാലം വരുമല്ലേ? വരും, തീർച്ചയായും വരണമല്ലോ അല്ലേ ഫസി? അപ്പോൾ അതാണ് നമ്മുടെ കാസർഗോഡ് നിന്ന് യാത്ര പോകുമ്പോഴേ നമ്മളെ മുഹമ്മദ് അസറുദ്ദീൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ നമ്മളെ കണ്ണിലുടക്കിയ, നമ്മുടെ നെഞ്ചിലുടക്കിയ ഒരു പേരാണ് മുഹമ്മദ് കൈഫിൻ്റേത്. അപ്പോൾ കൈഫ് തവണ ഉഷാറാക്കണം. വാപ്പ കളി കാണാൻ വരുന്നുണ്ടല്ലോ?
അപ്പോൾ അവിടെ കാണാം.